ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത രമേശ് ചെന്നിത്തല ഇനി മന്ത്രിസഭയിലേക്കില്ല. വാർഡ് തലം മുതൽ എം.എൽ.എ സ്ഥാനം വരെയുള്ള രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പിലെ അണികൾ രാജിവെക്കും. വെച്ചേക്കുന്നല്ല കേട്ടോ, വെക്കും. ശരിക്കും നോക്കണം. പിന്നെ അത് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ വാർത്ത കൊടുത്തവർ തന്നെ അടുത്ത വാർത്തയായിട്ട് വന്ന് ആഭ്യന്തരത്തിൽ കുറഞ്ഞ ഒന്നിനും രമേശ് ചെന്നിത്തല തയ്യാറല്ല. ഇതൊക്കെ ഏടുന്ന് ഇവരോട് ആര് പറഞ്ഞു? ഇതൊക്കെ നമുക്ക് ഊഹിക്കാം. രമേശ് ചെന്നിത്തല ഇപ്പോൾ മുഖ്യമന്ത്രി ആയില്ല, അപ്പോൾ പിന്നെ ആഭ്യന്തരം വേണ്ടി വരും. ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ആയേക്കുന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ചില വാക്കുകളൊക്കെ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇടലുണ്ട് ന്യൂസ് കാർഡിൽ, അതൊന്നും ഇല്ലാതെ അടിച്ചങ്ങ് വിടുകയാണ്. ഇന്ന് കണ്ടൊരു കോമഡി, കെ.എം. ഷാജി മന്ത്രിസഭയിലേക്കില്ല. 2 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ അതേ ന്യൂസ് ചാനലിലെ ന്യൂസ് കാർഡ് കെ.എം. ഷാജി പരിഗണനയിൽ. ഇവരോട് ആരാ ഇതെല്ലാം പറയുന്നത്? ഇതൊക്കെ ചെറിയ ഉദാഹരണങ്ങൾ കേട്ടോ, വലിയ വലിയ ഉദാഹരണങ്ങൾ, പച്ചക്കളവുകൾ, വ്യാജ വാർത്തകൾ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ അതല്ല എൻ്റെ വിഷയം. ഞാൻ പറഞ്ഞു വരുന്നതല്ല. കാരണം ഇത് ഒരു വിഷയമായിട്ട് ചർച്ച ചെയ്താൽ അതന്നെ അല്പത്തരായി പോകും. കാരണം അങ്ങനെയാണ് നമ്മളെക്കിടയിലുള്ള ന്യൂസ് ചാനലുകൾ, അങ്ങനെയാണ്. അതിൽ ഒരു ചർച്ച ചെയ്യുന്നതിന് പോലും പ്രസക്തിയില്ല. പക്ഷെ അത് വിശ്വസിച്ചിട്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് കമൻ്റ് ഇടുക. രമേശ് ചെന്നിത്തല അനുകൂലിക്കുന്നവർ, എതിർക്കുന്നവർ, ഇന്ന് വേണ്ട ഓരോ വാർത്തക്കും അതിനനുസരിച്ചുള്ള കമന്റ് അതിന്റെ അടിയിൽ പോയിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഒരാളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി മീഡിയക്കാർക്ക് ബൈറ്റ് കൊടുത്ത് ഇറങ്ങുമ്പോഴേക്ക് ന്യൂസ് കാർഡ് വരികയാണ്. അയാൾ പറഞ്ഞതായിട്ട് ഒരു ബന്ധവും അതിലുണ്ടാവില്ല. അത് ഫുള്ള് കേട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അയാൾ പറഞ്ഞതായിട്ട് യാതൊരു ബന്ധവും ഇതിലില്ല എന്നുള്ളത്. പക്ഷെ എന്നാലും അതിൻ്റെ അടിയിൽ, ആ ന്യൂസ് കാർഡിൻ്റെ അടിയിൽ പോയിട്ട് കമന്റ് ഇങ്ങനെ ഇടുകയാണ്. അതിനനുകൂലിച്ചും പ്രതികൂലിച്ചും. ഈ വാർത്ത വ്യാജമാണെന്ന് മനസ്സിലാക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. ഈ കമൻ്റൊക്കെ ശ്രദ്ധിച്ചപ്പോൾ കണ്ട അല്ല, എൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ട്. ആ കമൻസ് പോയി നോക്കേണ്ട കാര്യമില്ലേനു.